ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പം. കാണുമ്പോൾ നെയ്യപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മളുടെ സാധാരണ നെയ്യപ്പമല്ല. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിനായിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കര പാനിയാക്കിയെടുക്കുന്ന വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടില്ല. എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഞാൻ പിന്നെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുമുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡിയാക്കിയിട്ടുണ്ട്. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റാഗി അല്ലെങ്കിൽ മുത്താറി എന്നൊക്കെ പറയും. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്താണ് ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് വറുത്ത നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് റവ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടാറിയതിന് ശേഷം എന്നല്ല, അതൊരല്പം ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുഴുവനായിട്ടും ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ ഒരു കലക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറച്ചായി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരല്പം ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് മുഴുവനായിട്ടും തന്നെ അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ആവശ്യമായിട്ട് വരും. അത് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളിലുള്ള വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് അവസാനം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടിപ്പോൾ ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരും. അവസാനം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കറുത്ത എള്ള് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വെളുത്ത എള്ള് വേണമെങ്കിൽ ഉപയോഗിക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ മൂപ്പിച്ചെടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ രുചി നല്ലപോലെ തന്നെ കൂടും. തേങ്ങാക്കൊത്ത് ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ എടുത്തിരുന്നു. അത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ ഷെൽഫ് ലൈഫും കൂടും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ഏകദേശം 1 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം മാത്രമേ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം ചേർക്കേണ്ട ആവശ്യം തന്നെ വരില്ല, ആ ഒരു പൊടിയുടെ വ്യത്യാസമൊക്കെ അനുസരിച്ച്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയൊക്കെ ചെയ്യും. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. കട്ടിയാണ് എന്നാൽ ഒഴുകുന്ന രീതിക്കും വേണം. ഏകദേശം ഒരു ദോശക്കൂട്ടിൻ്റെ ഒക്കെ പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ കൂട്ട് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൂട്ട് 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇത് ചുട്ടെടുക്കുന്നതിനായിട്ട് ഒരല്പം കുഴിയുള്ള പാത്രം നോക്കി എടുക്കുന്നതാകും നല്ലത്. അപ്പോൾ എണ്ണയും വളരെ കുറച്ചേ ആവശ്യമായിട്ട് വരുള്ളൂ. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് അങ്ങനെ തന്നെ വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ നന്നായിട്ട് അത് പൊങ്ങി വരും. കണ്ടില്ല, അത് തന്നെത്താൻ പൊങ്ങിയൊക്കെ വരും. പൊങ്ങി വന്നതിന് ശേഷം ഒരു മിനിറ്റ് നേരത്തേക്ക് അതുപോലെ തന്നെ വെച്ച് കൊടുത്തോളൂ. ആ ഒരു സമയമാകുമ്പോഴേക്കും അതിൻ്റെ അടിഭാഗം നല്ല പോലെ തന്നെ ഫ്രൈ ആയിട്ട് വരും. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണ ഒന്ന് തട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വീണ്ടും പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു അടിഭാഗം കൂടെ ഒന്ന് മൊരിഞ്ഞ് വരണം, അത്രേ ഉള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അടിഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരും. ഇതിപ്പോൾ നോക്കൂ, 2 ഭാഗവും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. നോക്കൂ, നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റാഗിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള നമ്മളുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ ഒരല്പം ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. റാഗിപ്പൊടി നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാനും പറ്റും. ഇതൊരല്പം എണ്ണ കുടിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.